ഹലോ, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ക്യാൻബറ മലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഫയർ വർക്ക്സ് കാണാൻ പോവാ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ ചോക്കട്ടാ? So because it's the last day of tomorrow is New Year. Very good. അപ്പൊ ഞങ്ങള് ഇപ്പൊ നമുക്ക് 31-ാം തീയതിയാണ് 2024 ലാസ്റ്റ് ഡേ ആണ്. നാളെ 2025 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതൊരു ലാസ്റ്റ് വീഡിയോയും കൂടിയാണ് കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷമായിരിക്കും വരുന്നത്. അതുകൊണ്ടല്ലടാ, നാളെ തൊട്ട് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമല്ലേ, അതുകൊണ്ട്. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഇയർ ന്യൂ ഇയറിന് ഫയർ വർക്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാൻബറയില്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇയർ പോയായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോകുന്നുണ്ട്. എനിക്ക് വിച്ചാനും മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ തിരിച്ച് ഫയർ വർക്ക്സിന്റെ ആ പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്. എന്നാലും ഞങ്ങളിത് കാണാൻ വേണ്ടി നമ്മുടെ ഈ 2024 ഒന്ന് ബൈ ബൈ പറഞ്ഞു വിടണ്ടേ, അതിന് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ട്. നമ്മുടെ മമ്മിയുണ്ട്, മമ്മിയുണ്ട്, ഇച്ചാനും പപ്പായ്ക്ക് ഫ്രണ്ടിലുണ്ട് കേട്ടോ. നമ്മുടെ പപ്പയുണ്ട്, പിന്നെ ഇച്ചായൻ ഡ്രൈവ് ചെയ്യുന്നു കേട്ടോ. അതെ, ഞങ്ങൾ നേരത്തെ ആട്ടോ പോണേ. ഒരു 3-4 മണിക്കൂർ നേരത്തെയാണ് നമ്മൾ പോണത്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ പോവാണ്. അപ്പൊ എനിവേ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളും നമ്മുടെ ഫയർ വർക്ക്സും ഒക്കെ നിങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങളും ന്യൂ ഇയറിനൊക്കെ എന്നാണ് പരിപാടി, വീട്ടിലാണോ അതോ ട്രിപ്പൊക്കെ പോവാണോ, എന്തൊക്കെയാണ് പരിപാടി എന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് 2 ടൈമിംഗ് ഉണ്ട് കേട്ടോ ഫയർ വർക്ക്സിന് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം 1 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് രാത്രി 9 മണിക്കും ഉണ്ട്, അതുപോലെ രാത്രി 12 മണിക്കും ഉണ്ട്. 2 സെറ്റ് ഫയർ വർക്ക്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 12 മണിയുടെ ഇരിക്കത്തില്ല. 9 മണിയുടെ ഫയർ വർക്ക്സ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആൾ ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുക. കാരണം ഭയങ്കര തിരക്കായിരിക്കും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ക്യാൻബറയില് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ഫയർ വർക്ക്സ് ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ ക്യാൻബറയിൽ കാണാൻ വരുന്നവര് അവിടെ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പാർലമെന്റ് ഹൗസ്, ഓസ്ട്രേലിയൻ പാർലമെന്റ് ഹൗസ് ആണ് ഈ കാണുന്ന. നമ്മുടെ ഓസ്ട്രേലിയൻ ഫ്ലാഗ് കണ്ടോ, അവിടെയാണ് നമ്മുടെ പാർലമെന്റ് ഹൗസ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഇരുന്ന് നമുക്ക് നന്നായിട്ട് ഫയർ വർക്ക്സ് കാണാൻ പറ്റും കേട്ടോ. അതിനടുത്തൊരു ലേക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലുമാണ് നമ്മൾ ഇരിക്കാന്ന് വിചാരിക്കുന്നത്. പല സ്പോട്ടുണ്ട് കേട്ടോ, പല സ്പോട്ടുകളുണ്ട്. നമുക്ക് അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫയർ വർക്ക്സ് കാണാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ ഏകദേശം എത്താറായി. അപ്പൊ ആൾക്കാരൊക്കെ എല്ലാവരും ഫാമിലി ആയിട്ട് കണ്ടോ എല്ലാരും പോകുന്നുണ്ട്. അപ്പൊ നമ്മളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കിനി അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളും നടക്കുവാണ് ഇനി അങ്ങോട്ട്. അപ്പം പപ്പായും ജോയും മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇപ്പോഴേ നമ്മളെക്കാട്ടിലും മുന്നേ തന്നെ ഒത്തിരി പേര് വന്ന് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കാൻ ചെയർ, അതുപോലെ തന്നെ കഴിക്കാൻ ഫുഡ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെ കാണുന്ന ആ ലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ലേക്കിനകത്ത് 2-3 സ്ഥലത്തായിട്ട് വെച്ചിട്ടാണ് അവർ ഫയർ വർക്ക്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ 2 വശത്തും നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ ഇരിക്കാൻ പ്ലാൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലേക്ക് ബേർലി ഗ്രിഫിൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫയർ വർക്ക്സ് ഡിസ്പ്ലേ നടക്കുന്നത്. ലേക്കിൽ 2 സ്ഥലത്തായിട്ട് അവർ ചെയ്യുന്നുണ്ട്, 2 സ്ഥലങ്ങളിലായിട്ട് ലേക്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 വശത്തും നമുക്ക് ഇരിക്കാം. ഓപ്പോസിറ്റ് സൈഡ് കുറച്ചും കൂടിയും ക്രൗഡഡ് ആണ്. കാരണം അവിടെയാണെങ്കിൽ ഫുഡ് ട്രക്കുകളും അതുപോലെ തന്നെ DJ മ്യൂസിക്കും അങ്ങനെ ആയിട്ട് കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചുകൂടെയും ആൾക്കാർ കൂടുതലുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടോ 5:30 ആയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ അതുപോലെ ലേക്കിൽ കൂടാതെ ഈ ബ്രിഡ്ജ് കണ്ടോ, ഈ ബ്രിഡ്ജിൽ വെച്ചിട്ടും ഫയർ വർക്ക് ഡിസ്പ്ലേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് ഒരു നല്ലൊരു സ്പോട്ടൊക്കെ നോക്കി ഇരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ സ്ഥലം പിടിച്ചു കേട്ടോ. നല്ല തണലായിരുന്നു, ഒട്ടും വെയിലൊന്നും അടിക്കുന്നില്ലായിരുന്നു. അതുപോലെ ലേക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിക്നിക് ബ്ലാങ്കറ്റും അതുപോലെ കഴിക്കാനുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ടാണ് വന്നത്. കാരണം ഇനി 3-4 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഫുഡൊക്കെ കഴിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ലേക്കൊക്കെ നോക്കിയിരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ലൊരു പിക്നിക്ക് മൂഡും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണെന്ന് 9 മണിയാകാൻ വേണ്ടി. ഇപ്പം നമുക്കിവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരു 8:30 കഴിയും കേട്ടോ. നമുക്ക് സന്ധ്യയായി തുടങ്ങണമെങ്കിൽ 8:45 ആകും. അപ്പോൾ ഇപ്പോഴും നല്ല പകൽ പോലെ വെട്ടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുറം വേദന എടുക്കും. അപ്പോൾ ഞാൻ ഇച്ചായും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പരസ്പരം ചാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കൗണ്ട് ഡൗൺ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആ ഒരു ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്കത് ഫയർ വർക്ക്സ് കാണാം. റെഡി?
അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. ഗോഡ് ബ്ലെസ്.